ആളൂരാൻ ഇനി ഒരു ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ ആളൂരം വക്കീല്, പല ആൾക്കാരുടെ കാര്യത്തിലും ആളൂരം വക്കീല് തല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ലേ. അയാൾ കുറെ പണം ഉണ്ടാക്കി, ഇതെല്ലാം അയാള് കൊണ്ടുപോയില്ലേ ഒന്നും. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നോട് പറഞ്ഞു ട്രെയിനിൽ പറഞ്ഞു അങ്ങനെ വിശന്നതായിട്ട് വരുന്നത്, എനിക്ക് എൻ്റെ തിന്നാടം വെള്ളം ഉണ്ടാക്കി വെക്കിട്ടോ. അപ്പൊ ഞാന് ബിജു ആൻ്റണി ആളൂർ പ്രമാദമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കേസുകൾ, മർഡർ കേസുകൾ അയാൾ പുഷ്പം പോലെ ക്രിമിനലുകളെ പറത്തിവിടും. 30-ാം തീയതി കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാരണം പുള്ളിക്കാരൻ മരിക്കുകയാണ്. ഏപ്രിൽ 30. 2 വർഷം കൊണ്ട് ആളിന് സുഖമില്ലായിരുന്നു, കിഡ്നി സംബന്ധം. പക്ഷെ കയ്യിലിരിപ്പിന് ഒരു കുറവുമില്ലായിരുന്നു. കേസുകളൊക്കെ ഒരുവിധമൊക്കെ ഒന്നൊരു ഇതായി വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി അങ്ങ് ഇടപെടും അല്ലേ. ഒരു ക്രിമിനൽ കേസ് വരുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നോ ഇത് മിക്കവാറും ആളൂർ ഏറ്റെടുക്കും, അക്യൂസ്ഡിനെ പുഷ്പം പോലെ പുറത്തിറക്കും എന്നൊക്കെ നമ്മളിങ്ങനെ നമുക്കൊരു പേടി സ്വപ്നമായിരുന്നു ആളൂരിന്ന് കേൾക്കുമ്പോൾ തന്നെ. ഒരു നീതി കിട്ടാത്തതുപോലെ ഒരു ആളുടെ പേര് നമ്മൾ കേൾക്കുമ്പോഴേ പോയി ജസ്റ്റിസ് ഇനി ഒരിക്കലും കിട്ടത്തില്ല എന്നുള്ളൊരിതാണ്. ഇയാളുടെ ഒരു പേര് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് സൗമ്യയുടെ കേസ് 2011 സൗമ്യ വധക്കേസിലാണ് നമ്മൾ എല്ലാവരും കേൾക്കുന്നത്. ആള് മീഡിയക്കാരോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, മനസാക്ഷി ഇല്ലാത്ത ജന്തുവാണ് ഇയാള്. ഒരു വക്കീൽ എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് BA ആളൂർ എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് നഖത്തിൻ്റെ പാടുണ്ട്, അവളെ ഉപദ്രവിച്ചതിൻ്റെ കുറേയൊക്കെ തെളിവുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ കേസ് വാദിച്ച് പുറത്തിറങ്ങി മീഡിയനോട് സംസാരിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണം ശരിയാവാത്തതും എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതൊക്കെയാണ് അത് ഇങ്ങനെ ആയത്, അങ്ങനെ ഒരു വിധി വന്നത് എന്നുള്ളതായിരുന്നു. ശരിക്കും ഒട്ടും ജസ്റ്റിസ് കിട്ടാതെ പോയ ഭയങ്കര ഒരു വല്ലാത്തൊരു കേസായിരുന്നു സൗമ്യയുടെ കേസ് എന്ന് പറയുന്നത്. അമ്മേരെ കരച്ചിലാണ്, അവര് സന്തോഷിക്കണം. അവരെന്നല്ല, ഈ കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം സന്തോഷിക്കണം ആളൂര് മരിച്ചത് കൊണ്ട്. ആർക്കും അതിലൊരു വിഷമമില്ല. ഞങ്ങൾ ടീച്ചറെ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളോട് ഒരു ദിവസം ഒരിക്കൽ പറഞ്ഞതാണ്, മുമ്പിലൊരു കേസ് വന്നാലും നമ്മൾ വരുന്ന ആളെ രക്ഷിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്, പക്ഷേ ഒരിക്കലും നിങ്ങൾ ആളൂരിനെ പോലെ ആവരുത്. BA ആളൂർ എന്ന് പറയുന്നത് ശരിക്കും ക്രൂക്കഡാണ്. അതുപോലെ പൈസയോട് ഇത്രയ്ക്ക് ആർത്തിയുള്ള ലക്ഷങ്ങളല്ലേ മേടിക്കണം ഒരു കേസിൽ. 10 പൈസ ഇല്ലാത്തവന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്ന 13 ലക്ഷം തന്നാല് 14 രക്ഷപ്പെടുത്തി എടുക്കാം എന്നാണ്. എങ്ങനെയാണ് ഈ ട്രെയിനിൽ വെച്ച് സൗമ്യയെ കൊല്ലണത്? സൗമ്യന് പെണ്ണ് കാണാനായിട്ട് എന്തോ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് അവര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമായിരുന്നു. അപ്പോഴാണ് ഇവർ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇയാള് ഗോവിന്ദചാമി അവരെ ആക്രമിക്കുകയും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയൊക്കെ ചെയ്തു. എന്നിട്ട് ബോധരഹിതയായി കിടക്കുന്ന, അതായത് തീർന്ന അത്ര അവശയായി കിടക്കുന്ന അവരെ ബോഡി എടുത്തോണ്ട് പോയി റേപ്പ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണ് അവരെ മരണം സംഭവിക്കുന്നത്. എന്നിട്ട് ഈ ആളൂര് അഡ്വക്കേറ്റ് പറഞ്ഞെന്തോന്നാണ്, നല്ലൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ എന്തിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്തത്? അതെന്ത് സ്ത്രീകൾക്ക് മനസാക്ഷി ഇല്ലാത്ത മനുഷ്യനായിരുന്നു സത്യം പറയല്ലോ. പണത്തിന് വേണ്ടി ചെയ്തത് തന്നെ. പണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. ജിഷ വധക്കേസിൽ അവരുടെ ജിഷയുടെ അമ്മ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു അയാൾ ചത്തു എന്ന് അറിഞ്ഞു. ജിഷയുടെ അമ്മയുടെ റെസ്പോൺസ് ആണത്. കാരണം എല്ലാ അമ്മമാർക്കും, എല്ലാ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് ഇതേ ഉള്ളൂ, അയാൾ മരിച്ചതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. സത്യം പറഞ്ഞ ഒരാൾ മരിക്കുമ്പോൾ ഇത്ര സന്തോഷിച്ചിട്ടില്ല ശരിക്കും ആരും. അയാൾ അൺമാരീഡ് ആണെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഭാര്യ മക്കളൊന്നും ഇല്ലാത്തതിന്റെ അതായിരിക്കാം ഇത്രയും ഇത്. കൂടത്തെ ഈ സൈനയുടെ കേസില് നരബലിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് മലയാളികളുണ്ടല്ലോ, അവരെ പോയി കണ്ട് സംസാരിച്ചതിന് ശേഷം അവരുടെ കേസ് ഇയാളെ എടുക്കുകയായിരുന്നു ചെയ്തത്. പൈസക്ക് ഇത്രയ്ക്ക് ആർത്തിയുള്ള മനുഷ്യൻ. ഇനി ഈ പണം മൊത്തം എന്തെയും ചത്ത് കിടക്കുന്ന കുഴിയിൽ മൂടിയിടുമായിരിക്കും. സമ്പാദിച്ച പണങ്ങൾ മൊത്തം ഇത് ഇല്ല, ഓരോരുത്തരെ കൊന്നിട്ട് ഉണ്ടാക്കും കണക്കുള്ള പണമാണ്. അതൊക്കെ ഒരു അഡ്വക്കേറ്റ്
ആത്മഹത്യ ചെയ്തത്. പീഡന കേസിലായിരുന്നു ആ അഡ്വക്കേറ്റ് ദൃശ്യങ്ങളൊക്കെ പുറത്തു വിട്ടായിരുന്നു. അപ്പൊ ആ ദൃശ്യം പുറത്തു വിട്ടതിനെതിരെ അത് ന്യായീകരിക്കാനായി അപ്പൊ അതിന് പ്രതികരിക്കുന്നുണ്ട്. ഞാൻ ഇതിന് കേസ് കൊടുക്കും, ഞാൻ ഇതിന് നിയമപരമായിട്ട് പോകും, ആ ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിച്ചതിന് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇരുന്നോണ്ട് 2 തുള്ളലൊക്കെ തുള്ളനാണ്ടിരുന്നു. എത്ര പേരുടെ പ്രാക്കാണെന്ന് എത്ര ശരിക്കും ഇയാള് മരിച്ചപ്പോഴാണ് ഒരുപാട് പേർക്ക് നീതി കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ അമ്മയുടെ കണ്ണുനീര് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ അമ്മ ഫുഡ് വേണം മക്കളെ, ഇന്ന ഫുഡ് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞ് ആ അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കുകയാണ് മോളെ വരവും കാത്ത്. എന്നിട്ട് സംഭവിച്ചതാ അതിനെ വികൃത കോലമാക്കി കളഞ്ഞില്ലേ. എന്നിട്ട് ഇയാള് കൂട്ടുനിന്നു. അയാളുടെ പ്രൊഫഷൻ അയാൾ വൃത്തിയായിട്ട് ചെയ്തു. പക്ഷെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്നുള്ളത് അത് മനസാക്ഷിക്ക് നിരക്കുന്ന സംഭവമാണ്. അത് അയാളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഒരുപാട് അമ്മമാരുടെയൊക്കെ പ്രാക്കാണ് സത്യം പറഞ്ഞാൽ ഇയാൾ മരിച്ചത്. അങ്ങ് പോയത് തന്നെ നന്നായിന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളൂ. എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നറിയാം. ഇനി ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ രക്ഷപ്പെടുത്താൻ ഈ ആളൂര് കാണൂല എന്നുള്ളൊരു സന്തോഷവും സമാധാനവും എല്ലാ അമ്മമാർക്കും കാണും. നീ എന്നിട്ട് പറയില്ല എനിക്ക് ക്രിമിനൽ അഡ്വക്കേറ്റ് ആവണം. എനിക്ക് ഒരു എത്തിക്സ് ഉണ്ട്, ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കൂ. അത് ഇപ്പൊ പറയണേണ്. ഇല്ല. ടാറ്റാ.